ഡയറക്ട് ഹോം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നടന്ന LDC എക്സാം 94/2024 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, അനവത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അനവത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ എന്നാണ് അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? താഴെ പറയുന്നതിൽ ശരിയായ പദം കവയിത്രി എന്നതാണ്. PSC കവയിത്രി എന്നുള്ള ഓപ്ഷൻ വെച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പലതരത്തിൽ ചോദിക്കാറുണ്ട്. സാധാരണ കവയത്രി, കവയിത്രി അങ്ങനെ കൊടുത്തിട്ട് ഇതിൽ ശരി ഉത്തരം ഏതെന്നാണ് സാധാരണ ചോദിക്കാറ്. ശരിയായിട്ടുള്ള ഉത്തരം കവയിത്രി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? ഇതിൻ്റെ ഉത്തരം പുരുഷന്മാരാണ്. മറ്റു ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മിടുക്കർ, ശൂദ്രർ, അധ്യാപകർ. ഈ ഓപ്ഷനുകളിലെല്ലാം സ്ത്രീയെയും പുരുഷനെയും, ഇപ്പോൾ ഉദാഹരണത്തിന് മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീയും ഉൾപ്പെടും പുരുഷനും ഉൾപ്പെടും. മറിച്ച് പുരുഷന്മാരെ ആണെങ്കിൽ മിടുക്കന്മാർ എന്ന് പറയണം, സ്ത്രീകളെ ആണെങ്കിൽ മിടുക്കുകൾ എന്ന് പറയണം. ഇവിടെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. മിടുക്കർ എന്ന് കോമൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്ഷനിൽ പുരുഷന്മാർ എന്ന് മാത്രമുള്ള ഓപ്ഷൻ സി ആണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ശ്ലോകത്തിൽ കഴിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക എന്നാണ്. അടുത്ത ചോദ്യം, പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നതെങ്ങനെ? പിഞ്ഞാണ വർണ്ണത്തിനെ വിഗ്രഹിച്ചെഴുതുന്നത് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം? പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക എന്നതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരാണ്? അശ്വത്ഥമാവ് ആണ് ദ്രൗണി. ദ്രൗണിയെയാണ് അശ്വത്ഥമാവെന്ന് പറയുന്നത്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ചിന്മുദ്ര എന്ന പദം പിരിച്ചെഴുതുന്നത് ചിത്തധിക മുദ്ര. ചിത്തധിക മുദ്ര എന്നാണ് ചിന്മുദ്രയെ പിരിച്ചെഴുതുന്നത്. അടുത്ത ചോദ്യം, കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. അവസാനത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് വിശ്വസ്തനിലാണ് അക്ഷരത്തെറ്റുള്ളത്. ബാക്കി മൂന്ന് ഓപ്ഷനുകളും ശരിയായിട്ടുള്ളവയാണ്. താങ്ക് യു.